നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വിവാദമാക്കിയ പ്രസംഗത്തിലെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ചു നിൽക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ഏത് സമുദായത്തിനാണ് ആദ്യ അവകാശമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ രാജസ്ഥാനിലെ കോട്ടയിൽ മോദി ആവർത്തിച്ചു വ്യക്തമാക്കി. പ്രസംഗം തിരിച്ചടിക്കുമെന്ന ആശങ്കയിലാണ് BJP എന്നും പാർട്ടി പിന്നാക്കം പോവുകയാണെന്നും മറ്റു ചില മാധ്യമങ്ങൾ എഴുതിയ പശ്ചാത്തലത്തിലാണ് തന്റേത് വാവിട്ട വാക്കല്ല, സത്യം തന്നെയാണ് താൻ തുറന്നു വെളിപ്പെടുത്തിയെന്നും ഇന്നലെ മോദി തിരിച്ചടിച്ചത്. രാജസ്ഥാനിലെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ താൻ ചില സത്യങ്ങൾ വെളിപ്പെടുത്തി. ഇത് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയും പരിഭ്രാന്തരാക്കി. ജനങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള കോൺഗ്രസിന്റെ ഗൂഢ പദ്ധതിയാണ് താൻ തുറന്നു കാട്ടിയത്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയമാണ് വെളിപ്പെടുത്തിയത്. യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ തന്നെ അവർ അധിക്ഷേപിക്കുകയാണ്, മോദി പറഞ്ഞു. പ്രീണനം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നിവയുമായി കോൺഗ്രസിന് പണ്ടേ ബന്ധമുണ്ട്. 2004 സർക്കാർ രൂപീകരിച്ചപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശിലെ SC/ST വിഭാഗങ്ങൾക്കുള്ള സംവരണ കോട്ട കുറയ്ക്കാനും ഒരു പ്രത്യേക സമുദായത്തിന് മതപരമായ സംവരണം ഏർപ്പെടുത്താനുമായിരുന്നു കോൺഗ്രസ് നീക്കം. അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. പിന്നീട് രാജ്യവ്യാപകമായി നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. 2004-2010 ആന്ധ്രാപ്രദേശിൽ 4 വ്യത്യസ്ത അവസരങ്ങളിൽ ഈ സംവരണം നടപ്പാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. എന്നാൽ നിയമതടസ്സങ്ങളും സുപ്രീം കോടതിയുടെ ജാഗ്രതയും കാരണം ഇത് യാഥാർത്ഥ്യമാക്കാനായില്ല. 2011 കോൺഗ്രസ് ഇത് രാജ്യവ്യാപകമാക്കാൻ ശ്രമിച്ചു. SC/ST, OBC വിഭാഗങ്ങളിൽ നിന്ന് അവകാശങ്ങൾ എടുത്ത് പ്രത്യേക മതവിഭാഗത്തിന് നൽകാനായിരുന്നു നീക്കം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണെന്ന് അറിയാമായിരുന്നിട്ടും ഭരണഘടനാ മൂല്യങ്ങളെ നഗ്നമായി അവർ ലംഘിച്ചു. UPA സർക്കാരായിരുന്നപ്പോൾ പ്രത്യേക മതവിഭാഗത്തിന് സംവരണം നൽകാനും ദളിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും വനവാസികൾക്കുമുള്ള സംവരണം എടുത്തു കളയാനും ശ്രമിച്ചു. ദളിതർക്കും പിന്നാക്കക്കാർക്കും വനവാസികൾക്കുമുള്ള സംവരണം ഇല്ലാതാക്കുകയോ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുകയോ ചെയ്യില്ലെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി, അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് എന്തിനാണ് സത്യത്തെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ നയങ്ങൾ മറച്ചുവെക്കുന്നത്? അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയെ അവഗണിക്കുന്ന തരത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വലയിൽ പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. സ്ത്രീകളുടെ പവിത്രമായ താലി ഉൾപ്പെടെ ജനങ്ങളുടെ സ്വത്തുക്കളുടെ സർവേക്ക് ഉദ്ദേശിക്കുന്നതായി കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നു, മോദി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.